ഹലോ കൂട്ടുകാരെ, ഇന്നത്തെ പ്രൊമോയിൽ നമുക്ക് കാണാൻ കഴിയുന്ന അങ്ങനെ നമ്മുടെ മനു അലീനി രേവതിക്കുട്ടിയും ഗ്രേസി അമ്മയൊക്കെ കൂട്ടിയിട്ട് നമ്മുടെ ചിന്നുമോളെ കാണാൻ കൊണ്ടുപോകുന്നുണ്ട്. ചിന്നുമോൾക്കാണെങ്കിൽ ഇവരെ കാണുമ്പോൾ വലിയ സന്തോഷമാവുന്നുണ്ട്. അവർ കേക്കൊക്കെ മുറിക്കുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് അവൾക്ക് സന്തോഷമായിട്ട് ഉടുപ്പൊക്കെ കൊടുത്തിട്ട് അവർ നേരെ പോകണത് നമ്മുടെ രേവതിക്കുട്ടിയുടെ അച്ഛൻ്റെ അടുത്തേക്കാണ്. രേവതിക്കുട്ടിയുടെ അച്ഛനെ കാണാൻ പോണ സമയത്ത് നമ്മുടെ രേവതിക്കുട്ടിയുടെ അച്ഛൻ്റെ രണ്ടാം ഭാര്യ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഈ 17 വർഷമായി ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് നിങ്ങളിതുവരെ ഞാൻ കണ്ടിട്ടില്ലല്ലോ, നിങ്ങൾ ആരാന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് അവിടുന്ന് മുത്തശ്ശൻ പറയേണ്ട, രമേശൻ നായർ പറയേണ്ടത് അവർ ഞാൻ വിളിച്ചിട്ട് വന്നതാണെന്നൊക്കെ പറഞ്ഞിട്ട് അവരെ മുകളിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ഗ്രേസമ്മ രമേശൻ നായരോട് പറയേണ്ടത്, നിങ്ങൾക്ക് പറഞ്ഞൂടെ രേവതിക്കുട്ടി ഇവരുടെ മകളാണ് എന്ന് പറഞ്ഞൂടെ എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് രമേശൻ നായർ പറയേണ്ടത്, ആ ഞാൻ പറഞ്ഞോളാം എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും നമ്മുടെ രേവതിക്കുട്ടിയുടെ അച്ഛനാണെങ്കിൽ രേവതിക്കുട്ടിയെ കാണുമ്പോൾ വലിയ സന്തോഷമുണ്ട്. അവളോട് പറയുന്നുണ്ട്, നിന്നോട് നിൻ്റെ അമ്മോടും ചെയ്ത തെറ്റിനാണ് ഞാൻ ഇതൊക്കെ അനുഭവിക്കണം, ഈ അസുഖമൊക്കെ വന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ പറയില്ല അച്ഛാ, ഞാൻ പ്രാർത്ഥിക്കാം, അച്ഛൻ്റെ അസുഖമൊക്കെ മാറും എന്നൊക്കെ പറഞ്ഞിട്ട് രേവതിക്കുട്ടി കഞ്ഞിയൊക്കെ കൊടുത്തിട്ട് തിരിച്ച് മടങ്ങുന്നുണ്ട്. പിന്നെ കാണിക്കേണ്ടത് നമ്മുടെ മനു രേവതിക്കുട്ടിനെയും ഗ്രേസി അമ്മനെയും വീട്ടിലൊക്കെ ആക്കിയിട്ട് തിരിച്ച് ബാലചന്ദ്രൻ്റെ വീട്ടിലേക്ക് എത്തിക്കുന്നുണ്ട്. മനു ഇറങ്ങുന്ന സമയത്ത് അലീനയ്ക്ക് ഒരു ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട്. അവൾ വേഗം കയ്യിലൊക്കെ പിടിച്ചിട്ട് അവൾ വലിയ സന്തോഷമായിട്ട് വാങ്ങുന്നുണ്ട്. അതൊക്കെ കാണുമ്പോൾ അലീനയ്ക്കാണെങ്കിൽ വലിയ സന്തോഷമുണ്ട്. പിന്നെ കാണിക്കേണ്ടത് നമ്മുടെ അലീന എന്തായാലും ബബിത ആരും ഇല്ലാത്ത നേരത്തെ അവളുടെ രഹസ്യ കാമുകനെ വിളിച്ചിട്ട് മുകളിൽ കയറ്റിയിട്ടുണ്ട്. എന്തായാലും അത് അലീന കണ്ടിട്ട് അലീന പറയുന്നുണ്ട്, മേലെ ഒരാളുണ്ട്, ഞാൻ അയാളെ കാണിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഒരു കത്തിയൊക്കെ എടുത്തിട്ട് പോകുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ബബിത പറയുന്നുണ്ട്, നിങ്ങൾ എൻ്റെ കാര്യത്തിൽ ഇടപെടേണ്ട പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ അലീന പറയുന്നുണ്ട്, അച്ഛൻ നിങ്ങൾ എല്ലാവരുടെ കാര്യത്തിൽ എന്നോട് ഇടപെട്ടോളാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളെ മൂന്നാളെയും നോക്കാനുള്ള കാര്യം എന്നെയാണ് ഏൽപ്പിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ എല്ലാവരുടെ കാര്യത്തിൽ ഇടപെടും എന്നൊക്കെ പറയുന്നത്. എന്തായാലും ബബിത അലീനോട് ദേഷ്യപ്പെടുന്നുണ്ട്. ഇത് കാണിച്ചും കൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത്. ഇതുപോലുള്ള പ്രൊമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിലെത്താൻ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.